ഇപ്പോൾ ടി ജി വിനോദ് എം.എൽ.എ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി ജി വിനോദ്, എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ ഈ കുട്ടിയുടെ കാര്യത്തിൽ? പനമ്പള്ളി നഗറിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അല്ല, ഞാൻ ഈ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വാർത്ത ദൃശ്യമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയ ഉടനെ ഞാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവര് ആദ്യം പറഞ്ഞത് 2 ടീമായി തിരിഞ്ഞ് കുട്ടിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അവർ എല്ലാമായി ഇപ്പോൾ സിറ്റിക്കകത്ത് എല്ലാം മുക്കുമൂലയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എറണാകുളം ക്യൂൻസ് വാക്ക് വേ, ഡർബാൾ ഗ്രൗണ്ട്, അതുപോലെ തന്നെ പാർക്ക് അവന്യൂ റോഡ്, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കുട്ടികളുടെ ബന്ധുക്കളുമായി പോലീസ് 2 ടീമായി തിരിഞ്ഞ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വ്യക്തതയും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ കുട്ടി പോകുന്ന ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എവിടേക്ക് പോയി എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. എന്തായാലും അക്കാര്യത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ കൂടുതൽ ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭ്യമായെന്നോ, അത്തരത്തിൽ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നോ? അല്ല, പോലീസ് വളരെ ജാഗ്രതയോടുകൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സൂചിപ്പിച്ചത്. കാരണം കുട്ടി പച്ചാളം വരെ സൈക്കിളിൽ വന്നതായ ചിത്രങ്ങൾ CCTVയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കുട്ടിയുടെ മറ്റ് ചിത്രങ്ങളൊന്നും ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഞാനുമായി പങ്കുവച്ചില്ല. പക്ഷെ അവര് 2 ടീമായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ രാത്രി ഇത്രയും സമയമായിട്ടും കാണാത്തത് മൂലം നമുക്കെല്ലാം വല്ലാത്ത ഒരു ആശങ്ക നിലനിൽക്കുന്നു. 12 മണിയോട് അടുക്കുന്നു. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാണ്, 12 വയസ്സേ ഉള്ളൂ. ആ കുട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഇത്രയും സമയമായിട്ടും കണ്ടെത്താൻ കഴിയാത്തത് നമുക്കെല്ലാം വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിപ്പോ പ്രാഥമിക വിവരമായിട്ട് ലഭിക്കുന്നത് ഈ കുട്ടി സ്വമേധയാ പോയി എന്ന് തന്നെയാണല്ലേ? ഇന്ന് സ്കൂളിൽ മൊബൈൽ ഫോണുമായി ചെല്ലുകയും അവിടെ സ്കൂൾ അധികാരി മൊബൈൽ ഫോൺ പിടിച്ച് വയ്ക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു മാനസിക പ്രയാസമാണെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കതിന് വ്യക്തതയില്ല. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അങ്ങനെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഇല്ല, അവരുടെ ബന്ധുക്കളാരെയും നമുക്ക് കിട്ടിയില്ല. പോലീസുമായിട്ടുള്ള ഇന്ററാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ശ്രീ എം.എൽ.എ. എന്തായാലും കുട്ടിയെ കാണാതായിട്ട് ഇത്രയും മണിക്കൂറുകളായി. 12 വയസ്സുകാരിയെയാണ് കാണാതായത്.